ശ്രീ എൻ പിയേഴ്സൺ ഇന്നലെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിന് വലിയ കാര്യമായ നേട്ടമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ BJPയുടെ നേതാക്കളെല്ലാം പ്രതീക്ഷിച്ചത് കേരളത്തിന് വാരിക്കോരി വാഗ്ദാനങ്ങൾ ഉണ്ടാകുമെന്നാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 3 മാസം മാത്രമേ സമയമുള്ളൂ. മാത്രമല്ല BJP വളരെ ക്ലാസ് മണ്ഡലങ്ങളായി പല മണ്ഡലങ്ങളും പരിഗണിക്കുന്നുണ്ട്. കഴക്കൂട്ടം പരിഗണിക്കുന്നുണ്ട്, വട്ടിയൂർക്കാവ് പോലെയുള്ള, നേമം പോലെയുള്ള പല മണ്ഡലങ്ങളും അവർ പല പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് BJPക്ക് സത്യത്തിൽ കേരളത്തിന് വേണ്ടേ? നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, BJPക്ക് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്നതായി. BJP പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ വോട്ടുകളാണ് BJPക്ക് പല സ്ഥലങ്ങളിലും ലഭിച്ചതെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP ഫോക്കസ് ചെയ്തു തിരുവനന്തപുരത്ത് മാത്രം. അങ്ങനെ തിരുവനന്തപുരം അവർ പിടിച്ചു. അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ 50 സീറ്റുകൾ നേടാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അവർ തിരുവനന്തപുരം ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തിരുവനന്തപുരം ഭരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഓഫർ ഉണ്ടായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നിവാസികൾക്ക്. തിരുവനന്തപുരത്ത് BJP ജയിച്ചാൽ 45 ദിവസം കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയും ഒളിമ്പിക്സ് മാത്രമല്ല, ഒളിമ്പിക്സ് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വലിയ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുമെന്നും തിരുവനന്തപുരം നഗരത്തെ ലോക നഗര നിലവാരത്തിലാക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും അതിങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ചെയ്തത്. നരേന്ദ്രമോദി വന്നു 45 ദിവസത്തിനുള്ളിൽ, പക്ഷേ ഒന്നും കൊടുത്തില്ല എന്നുള്ളതാണ്. ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നില്ല. അന്ന് പൊട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ അത്തരത്തിലുള്ള പോളിസികൾ അവർ പൊളിച്ചു കളഞ്ഞു. പൊള്ളയായ വാഗ്ദാനം ഇവിടുത്തെ ആളുകൾ നൽകി. നരേന്ദ്രമോദി പ്രത്യേകിച്ച് വാഗ്ദാനം നൽകിയില്ല. 2 ഇൻസ്റ്റൻസ് ഉണ്ട് ശരിക്കും കേരളത്തിൻ്റെ ജനങ്ങളുടെ മുന്നിൽ. ഒന്ന്, നമുക്കറിയാം എന്താണ് വലിയ ദുരന്തം നമ്മൾ നേരിട്ടു ചൂരൽമലയിൽ, അല്ലേ, മുണ്ടക്കൈ. അപ്പോൾ അവിടെ ഈ ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തം മോദി നടന്ന് കണ്ടു. ചില പിള്ളേരൊക്കെ അദ്ദേഹം തോളത്തൊക്കെ വെച്ചിട്ട് നടന്നു. എന്നിട്ട് അവരെ സംരക്ഷിക്കും, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് 10 പൈസ സഹായിച്ചില്ല. കേരളത്തിന് മനസ്സിലായി എന്താണ് മോദി എന്നുള്ള കാര്യം. അത് BJPക്കാർക്ക് മാത്രമാണെന്ന് മനസ്സിലാകാതിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയം കഴിഞ്ഞതിന് ശേഷം മോദി വന്നു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള BJPക്കാർക്ക് മനസ്സിലായി ഇത് പറ്റിപ്പാണ്, കേരളത്തെ പൊളിക്കാൻ എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് BJPക്കുള്ളത്. അത് തെളിയിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്തോന്നു, വലിയ ബഡ്ജറ്റ് വന്നു. ബഡ്ജറ്റ് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്ന 2 സാധനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒന്ന് എയിംസ്, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അത് 10-24 സംസ്ഥാനങ്ങളിലുണ്ട്, കേരളത്തിൽ മാത്രം ഇല്ലാത്ത. ആരോഗ്യ നിലവാരത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും അതേപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് കോൺഷ്യൻസിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് കേരളം. അത് ആര് ഭരിച്ചതുകൊണ്ടാണെന്നുള്ളത് രാഷ്ട്രീയ തർക്കത്തിൻ്റെ വിഷയം മാത്രമാണ്. പക്ഷേ നമ്മൾ വസ്തുതകൾ പരിശോധിക്കുന്ന സമയത്ത് കേരളം മികച്ച സംസ്ഥാനമാണ് ആ കാര്യത്തിൽ. നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ പോയാലും കർണാടകത്തിൽ പോയാലും അവിടെയൊക്കെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. നമ്മളിവിടെ അങ്ങനെയല്ല. ഒരു ചെറിയ ചുമയുണ്ടായാൽ അല്ലെങ്കിൽ ഒന്ന് കൊതുകടിച്ച ഓടി ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. അത്ര ഹെൽത്ത് കോൺഷ്യൻസ് ആണ് അവർക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമൂഹത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. നമ്മളുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചതാണ്. അത് കോവിഡ് കാലത്താണ് ഏറ്റവും നല്ലത് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്. അതിന് കേരളത്തിലെ ജനതയും അതേപോലെ തന്നെ ഇവിടെ ഭരിച്ച നിരവധി ഗവൺമെൻറ്റുകളും ഒക്കെ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സാണ് ശരിക്കും പൊതുവെ കേരളത്തിൻ്റെ ഒരു ക്യാരക്ടർ. അങ്ങനെ അത്ര മികച്ച ഒരു ആരോഗ്യ നിലവാരമുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് എയിംസ് കൊടുത്തുകൂടാ? ഏതെങ്കിലും 1-2 സംസ്ഥാനത്ത് മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. 24 സംസ്ഥാനങ്ങളിൽ ഇതുണ്ട്. എന്നിട്ട് ഇനി 3-4 സംസ്ഥാനങ്ങളിൽ ഇല്ലാതുള്ളൂ. അതിന്റെ സ്ഥാനമാണ് കേരളം. ഈ ബജറ്റിലെ ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്ന പശ്ചിമ ബംഗാളിലും അതുപോലെ തമിഴ്നാടിനൊക്കെ വാരിക്കോരി ഓരോ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അല്ല, കേരളത്തിലെ ജനതയ്ക്ക് ഒന്നും നൽകേണ്ടതില്ല എന്ന് കേന്ദ്ര BJP നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് അവരുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള മൊത്തം ജനസംഖ്യയിലെ ഏതാണ്ട് 50% തൊട്ട് മുകളിൽ മാത്രമാണ് ഹിന്ദു കമ്മ്യൂണിറ്റികൾ. ബാക്കിയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇവരുടെ മനസ്സിൽ ആ സ്ഥാനമാണ് തങ്ങി നിൽക്കണമെങ്കിൽ അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത്, അവസാനം കേരളത്തിനൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപി
കലങ്കി ചർച്ച എന്നൊക്കെ പറഞ്ഞ നാട്ടിന് വേണ്ടി നടന്ന് സംസാരിച്ചത് എന്താണ്? എയിംസ് ഞാൻ ഇവിടെ കൊണ്ടുവരും, അവിടെ കൊണ്ടുവരും. ഏറ്റവും അവസാനം പറഞ്ഞു അത് ആലപ്പുഴ ജില്ലയിൽ കൊണ്ടുവരും. എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വേറെ ഒരു മഹാൻ നേതാവായിട്ട് നടക്കുന്നുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ട്, ജോർജ് കുര്യൻ. എന്താണ് ഇയാളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ നടക്കണമെന്നാണ്. അപ്പൊ ഇവര് ഒക്കെ കൂടി ചേർന്ന് കേരളത്തിന് ഒരു സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നാണ്. 2 സ്ഥാനങ്ങളിലാണ് നമ്മൾ പ്രത്യാശ പുലർത്തിയത്. ഒന്ന് എന്ന് പറഞ്ഞത് ഈ എയിംസിന്റെ കാര്യത്തിൽ, രണ്ടാമത്തെന്ന് പറഞ്ഞതിനിടയിൽ അതിവേഗ റെയിൽ എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യമാണ്. നമ്മളിപ്പോൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഇന്ത്യൻ റെയിൽവേക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന അത്രമാത്രം പൈസ ആരാണ് കൊടുക്കുന്നത്? നേരത്തേക്ക് നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ആ തീവണ്ടികളിലൊന്നും ആരും ടിക്കറ്റ് എടുക്കാൻ ഇല്ല. ഞാൻ ഇപ്പം തന്നെ എത്രയോ വട്ടങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കൽ എന്താണ് യാത്ര ചെയ്യുന്നത്, ഞാൻ ഒരിക്കൽ സിലേരിക്ക് വന്ന സമയത്ത് ഒറീസയിൽ ഇറങ്ങി തിരിച്ചു കയറാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ മുഴുവൻ ആളാണ്. ഒരു പാർട്ടിയുടെ ജാഥ കഴിഞ്ഞ് വന്ന അങ്ങനെ മുഴുവൻ ആളാണ്. അവർ ചുമ്മാ മുഴുവൻ അതിൻ്റെ അകത്ത് കയറി അങ്ങനെ പോകുന്നു, മറ്റാളും ടിക്കറ്റ് എടുക്കില്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ബഹുഭൂരിപക്ഷ ആളുകളും ഉള്ളത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലാണ്. അത് അവർ കൂട്ടമായിട്ടാണ്, അല്ലാണ്ട് ഒരാൾ 2 ആൾ കള്ളവണ്ടി കയറുന്നതല്ല. ഇവർ മൊത്തം കയറി ടിക്കറ്റ് എടുക്കാതെ പോകുന്നു. അതുപോലെ ഞാൻ പാറ്റ്നയിൽ, ബീഹാറിലെ പാറ്റ്നയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് വാരണാസിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കയറുന്ന സമയത്ത് അതിൽ വെളിച്ചമില്ല, ഒന്നുമില്ല. നമ്മളൊരു രാത്രിയിലെങ്കിലും സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഇതൊരു പ്രേതലോകത്തിരിക്കുന്നവര്, പല സൈസ് ഭാഷ സംസാരിക്കുന്ന കുറേ മനുഷ്യർ, വെളിച്ചൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും ഒരു ടിക്കറ്റ്, അവരാരും ടിക്കറ്റ് എടുക്കാറില്ല. റെയിൽവേ ശ്രദ്ധിക്കാറില്ല, ടിക്കറ്റ് എടുക്കാറില്ല. അപ്പോൾ കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല. നമ്മളെല്ലാവരും കൃത്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ഇന്ത്യൻ റെയിൽവേക്ക് ഒരുപാട് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ്. നമ്മുടെ ട്രെയിനുകളൊക്കെ കണ്ട് നിറഞ്ഞാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ നമ്മൾ പണം കൊടുത്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മളോട് ഒരു അതിവേഗ റെയിൽ വേണം എന്ന് പറഞ്ഞാൽ അത് തരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞതിനിടയിൽ അധികാരപരമായിട്ടുള്ള നിഷേധമാണ് ശരിക്കും. എന്നിട്ടാണ് അതിന് പകരം എന്ത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ആമ പിടിച്ചു കളിക്കാൻ എന്ന് പറഞ്ഞു കേരളത്തിൽ. കടലാമ ആവാസ വ്യവസ്ഥ പദ്ധതികളിൽ മാത്രം. അതെ, അതായത് കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കാൻ ഇതിലും വലിയ ഒരു സാധനം വേണ്ടെന്നാണ് ഞാൻ പറയണം. നിങ്ങൾ ആമയൊക്കെ പിടിച്ച് കളിച്ചോ മക്കളെ, കഞ്ഞി കുമ്പിളിൽ തന്നെ. അതെ, അങ്ങനെയാണത്തെ ഒരു പരിപാടിയാണ് അവരെടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കാണുന്നത് കേരളത്തിലെ ജനങ്ങൾ അല്പം രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണ്. നമ്മുടെ രാഷ്ട്രീയമൊക്കെ ജീർണിച്ച് മോശമായിട്ടുണ്ടെങ്കിൽ പോലും ആ രാഷ്ട്രീയ ബോധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഇപ്പോഴും കേരളത്തിനകത്തുണ്ട്. നമ്മൾ 1957 ഇവിടെ നമ്മൾ അധികാരത്തിൽ കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്, കോൺഗ്രസിനെ അല്ല. അപ്പോൾ കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലും നമ്മൾ അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് വേറൊരു പാർട്ടിയാണ് ഇവിടെ ഭരിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെ പ്രശ്നമാണ്. ആർക്കും രാഷ്ട്രീയമായിട്ട്